ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇതുണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. ഞങ്ങൾ 8 വർഷത്തായി ഗോവയിലാണ് താമസിക്കുന്നത്. തലേന്ന് ചേട്ടൻ വിളിച്ച് ചോദിച്ചു ഞണ്ട് വേണമെന്ന്. ഞണ്ട് കേട്ടാൽ ഞാൻ വിടാറില്ല. അങ്ങനെ ഇത് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കത്രി എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി പാത്രത്തിലിടും. പിന്നെ നമ്മൾ കഴുകാറില്ലല്ലോ. നിങ്ങൾ ഇത് ഉപയോഗിക്കാറുണ്ടോ? ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പഞ്ഞെന്നാണ് എന്നോട് മുമ്പ് എൻ്റെ അച്ചമ്മയൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാനത് ഉപയോഗിക്കും. പക്ഷേ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒഴിവാക്കാറില്ല. കണ്ടില്ലേ, നല്ല മഞ്ഞ കളറിൽ. ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുമോ എന്ന് കമൻറ്റിൽ ഒന്ന് അഭിപ്രായപ്പെടണേ. പിന്നെ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് ഞാനിവിടെ അധികം ചട്ടിയാണ് ഉപയോഗിക്കൽ. ചട്ടിയിൽ നാടൻ വെളിച്ചെണ്ണ പറഞ്ഞാൽ ഇവിടെ ഒരു മറാഠി പയ്യൻ ഞങ്ങൾക്ക് കൊണ്ടു തരാറുണ്ട് നാടൻ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിൽ എന്തൊക്കെയാണ് കടുകും പെരിഞ്ചീരകവും വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാളയാണ് ഞാൻ ഉപയോഗിക്കാറ്. ചെറിയുള്ളി ഇവിടെ കിട്ടാറില്ല. അതൊരു മലയാളി കട ഉണ്ട്, അവിടെ വരുമ്പോൾ മാത്രമേ കിട്ടാറ്. അങ്ങനെ ചെറിയുള്ളിയിൽ കുറച്ച് ഉപ്പും ഇട്ട് വഴറ്റി ഒന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ മസാലകളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ആവശ്യത്തിന് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഞണ്ടിൻ്റെ കൂടെ തക്കാളി ഇടാൻ. അങ്ങനെ തക്കാളി ഇട്ടൊന്ന് നല്ല വരട്ടിയിട്ട് കുറച്ച് പുളിവെള്ളം വേണം കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ പുളിവെള്ളം ഇട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ എൻ്റെ മക്കളെ ഞണ്ട് കുട്ടന്മാരങ്ങനെ ഉപ്പൊക്കെ പിടിച്ച് വെന്ത് കിടക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യണം, ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു അരമുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒഴിക്കുക. എനിക്കിഷ്ടമാണ് തേങ്ങാപ്പാലിട്ട് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഞാൻ ഇതിൽ ഒഴിച്ചു. പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചത്. അതാണ് ഞാൻ ഒരു തുള്ളി ശകലം പാത്രത്തിലുള്ളത് കാണിച്ചത്. അങ്ങനെ അതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം, അത്യാവശ്യം മാത്രം വെള്ളം, ചോറിലേക്ക് വെള്ളമുണ്ട്. അങ്ങനെ നല്ല ഒന്നും കൂടി തിളച്ച് വന്ന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പുരട്ടി വന്നണം മക്കളെ. അങ്ങനെ ഞാൻ എൻ്റെ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറിലേക്ക് കുറച്ച് നല്ല കാമ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കാമ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും, അറിയാം. കാമ്പ് കണ്ടാലറിയില്ല നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാം. കുറച്ച് ചോറെടുത്ത് വെണ്ടക്കത്തോരനുണ്ട്, പുഴമീൻ കിട്ടിയിരുന്നു ഇവിടെ, അത് ഫ്രൈ ചെയ്തുകൊണ്ട്. അങ്ങനെ ഞാൻ ചോറ് എൻ്റെ മക്കളെ അടിപൊളി ഞണ്ടാണ്. നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കിഷ്ടമാണ് ഈ തേങ്ങാപ്പാൽ വെച്ചിരിക്കുന്നത്. കറിയാണ് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കനിലായാലും ഞണ്ടിലായാലും.